ഹലോ ഫ്രണ്ട്സ്. ഇപ്പം എല്ലാവർക്കും അറിയാം, യൂറോപ്പിൽ ഇപ്പം കനത്ത മഞ്ഞ് വീഴ്ചയാണ്. ജർമ്മനിയിലൊക്കെ ഇപ്പം നന്നായിട്ട് മഞ്ഞ് വീണ് മിക്കവാറും റോഡുകളൊക്കെ ബ്ലോക്ക് ആയിരിക്കുകയാണ്. നമ്മുടെ ഡെസ്പോ ഇപ്പോൾ വിളിച്ച് പറഞ്ഞു ഹാംബർഗിലുള്ള നമ്മുടെ കുറേ ട്രക്സ് അവിടെ ട്രാപ്പായിട്ടുണ്ട്. സോ സ്നോഫോളിൽ വണ്ടി ഓടിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ട്രക്ക് ഓടിക്കുന്ന കൂട്ടുകാർ നമ്മുടെ എൻജിൻ ബ്രേക്ക് എന്ന് പറയുന്ന റിട്ടാർഡറിൻ്റെ യൂസ് മാക്സിമം കുറയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്ലിപ്പ് കൺട്രോളും ട്രാക്ഷൻ കൺട്രോളൊക്കെ ഓണാണെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ സ്റ്റിയറിംഗ് മാനുവേഴ്സ്, ഹെവി ആയിട്ടുള്ള സ്റ്റിയറിംഗ് മാനുവേഴ്സ് ഒഴിവാക്കുക. വളരെ സ്പീഡ് കുറച്ച് കെയർഫുള്ളായിട്ട് മാത്രം വണ്ടി ഓടിക്കണം. നമ്മുടെ ലൈഫ് പോലെ തന്നെ റോഡിലൂടെ യാത്ര ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരുടെയും ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരുടെയും സേഫ്റ്റി ഉറപ്പുവരുത്തുക. എല്ലാം മഞ്ഞ് വന്ന് മൂടിയിട്ട് റോഡ് മാർക്കിംഗ് എന്താണെന്ന് പോലും കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല. അപ്പം ഈ നടക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ക്രോസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പതുക്കെ സമാധാനത്തിൽ ഓടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പെട്രോൾ ബങ്കിൻ്റെ ഫ്രണ്ടിലേക്ക് തിരിയാനുള്ള മാർക്കിംഗ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ അതൊക്കെ നമ്മളൊന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഒന്ന് കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കണം. ഒന്ന് ഡിഫെൻസീവ് മോഡിൽ വണ്ടി ഓടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഈ ഒരു സമയത്ത്. ട്രക്ക് പോലെയുള്ള വലിയ വണ്ടികളുടെ പുറകെ പോകുന്ന ചെറിയ കാറുകാരും അവരൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് പിടിക്കാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് മാത്രം വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ മേളിലൊക്കെ ചിലപ്പോൾ ഐസ് പാളിയായിട്ടൊക്കെ കിടപ്പുണ്ടാവും, അല്ലെങ്കിൽ ഫ്രോസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ പുറകിലേക്ക് വന്ന് വീഴാനും നിങ്ങളുടെ വണ്ടിയുടെ പുറത്ത് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മുടെ കൺട്രി സൈഡിൽ കൂടെയാണ് വണ്ടി ഓടിക്കണമെങ്കിൽ ചിലപ്പം ഒരു ലൈൻ അങ്ങോട്ടും ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ റോഡൊക്കെ. അപ്പം ആ ഒരു റോഡിലൊക്കെ നമ്മൾ കുറച്ച് റൈറ്റ് സൈഡിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടുന്ന രീതിക്ക് വണ്ടി ഓടിക്കുന്നത് നല്ലതായിരിക്കും. കാരണവശാലും എഡ്ജിൽ വണ്ടി വീണ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി വലിച്ചങ്ങോട്ട് റൈറ്റിലേക്ക് പോകും. വേറെ വണ്ടി വരുമ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് അവർക്ക് ഇവിടെ പോകാനുള്ള സൗകര്യം ഉണ്ടായി കൊടുക്കുക. ടയേഴ്സിൻ്റെയും ബ്രേക്കിൻ്റെയും വൈപ്പർ ബ്ലേഡ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ എല്ലാം വർക്കിങ്ങും അതിൻ്റെ കണ്ടീഷൻസും ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തണം. മാക്സിമം ഈ ഒരു ടൈമിൽ ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്യാതിരിക്കുക. ഹൈവേസിൽ മേ ബി യൂസ് ചെയ്യാം, പക്ഷേ ഒഴിവാക്കുന്നതായിരിക്കും മാക്സിമം നല്ലത്. കർവിലും ടേണിങ്ങിലും റൗണ്ട് അബൌട്ടുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം തിരിക്കുക. കാരണം സ്ലിപ്പാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഓവർടേക്കിങ്ങും ഓവർ സ്പീഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം ഈ സ്നോയിൽ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറേയൊക്കെ സേഫായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. സോ എല്ലാവരും സേഫായിട്ട് വണ്ടി ഓടിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ചൂസ്.